നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന അമിത രക്തസ്രാവത്തെക്കുറിച്ചാണ്. ഈ വിഷയം ചർച്ചയിനായി നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്തെ വത്സല നഴ്സിംഗ് ഹോമിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ അനിത എസ് പിള്ളയാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം ഡോക്ടർ. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സ്ത്രീകളിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവം ഇത് നമ്മുടെ സമൂഹത്തിൽ എത്രത്തോളം ബാധിച്ചിട്ടുണ്ട്? ഇതിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ ഒരു വിവാഹത്തിന് മുന്നെയോ അല്ലെങ്കിൽ വിവാഹത്തിനോടനുബന്ധിച്ച് വരുന്ന പ്രശ്നങ്ങൾ മാത്രമേ പലപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തപ്പെടാറുള്ളൂ. ഒരു വലിയ സമൂഹം തന്നെ ഇപ്പോഴും ഇത്തരത്തിലുള്ള ഒരു ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ കൂടിയും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് എത്തുന്നത് പലപ്പോഴും അവർക്ക് അസഹനീയമാവുന്ന ഒരു അവസ്ഥയിൽ മാത്രമാണ്. ഇത് എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ബാധിച്ചിട്ടുണ്ട്? നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പേഷ്യൻസ് ഇത്തരം ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഇന്ന കാലത്ത് തന്നെ എൻ്റെ ഒ പിയിൽ വന്നത് 10.5 വയസ്സുള്ള കുട്ടി. മെൻസസ് ആയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നല്ല വിളർച്ചയായിട്ടാണ് വന്ന് ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ 6 ഉള്ളൂ. അമിത രക്തസ്രാവമാണ് കുട്ടിയുടെ ബുദ്ധിമുട്ട്. കോയമ്പത്തൂർ നിന്നാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത്തരം അമിതമായിട്ടുള്ള രക്തസ്രാവം പലപ്പോഴും അത് ബാക്കിയുള്ളവരുടെ മുന്നിൽ ഒരു നോർമലായിട്ട് പലപ്പോഴും കണക്കാക്കാറുണ്ട്. ഇത് ഏതാണ് നോർമൽ, ഏതാണ് അബ്നോർമൽ എന്ന് ഒരു വ്യക്തിക്ക് തീരുമാനിക്കാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ചിലർക്ക് അവരുടെ ഹാബിറ്റായിട്ട് തന്നെ അങ്ങനെ ആയിരിക്കാം. ഒരു പ്രൊലോങ്ഡ് പീരീഡ്സ് ആയിരിക്കും ഇവർക്കുണ്ടാകുന്നത്. അവർക്ക് കുട്ടിക്കാലത്തെ അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പോൾ ഏതാണ് നോർമൽ, ഏതാണ് അബ്നോർമൽ എന്ന് എങ്ങനെയാണ് ഒരു വ്യക്തി തീരുമാനിക്കപ്പെടുന്നത്? ഒരു പെൺകുട്ടിയുടെ നോർമൽ ആർത്തവ ചക്രം എന്ന് പറഞ്ഞാൽ 21 മുതൽ 35 ദിവസം വരെയാണ് അതിനിടയ്ക്കുള്ള ഉണ്ടാവണം ബ്ലീഡിങ്. മാസത്തിൽ ഒരു തവണ 21 ദിവസത്തിനകം ഉണ്ടാവുകയോ അല്ലെങ്കിൽ 35 ദിവസത്തിന് ശേഷം വരികയോ ചെയ്യുകയാണെങ്കിൽ അത് അബ്നോർമൽ ബ്ലീഡിങ് പാറ്റേൺ ആണ്. ഈ ബ്ലീഡിങ് തന്നെ 2 മുതൽ 7 ദിവസം വരെ പാടുള്ളൂ. അതിനകത്ത് മീൻ ബ്ലഡ് ലോസ്, നമുക്ക് പോകാൻ പറ്റുന്ന അത്രയും രക്തം എത്ര അളവിൽ പോകാം എന്ന് പറഞ്ഞാൽ ഒരു 35 മുതൽ 80 ml വരെ. 80 ml കൂടുവാണെങ്കിൽ അത് ഹെവി ബ്ലീഡിംഗ് ആയിട്ട് നമ്മൾ കണക്കാക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒരു മാസം അനുഭവപ്പെട്ടാൽ പോലും അതൊരു ഡോക്ടറുടെ ശ്രദ്ധയിൽ പെടുത്തേണ്ടതുണ്ടോ? അതോ റിപ്പീറ്റഡ് ആയിട്ട് ഒരു ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഹെവി ബ്ലീഡിങ് അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ അസഹനീയമായിട്ടുള്ള വേദന, അപ്പോൾ എന്താണ് ഒരു ഡോക്ടറുടെ മുന്നിൽ കൊണ്ടുവരേണ്ട ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്? അമിതമായ രക്തസ്രാവം ഉണ്ടായാൽ ഉടനെ തന്നെ ഡോക്ടറുടെ അടുക്ക റിപ്പോർട്ട് ചെയ്യണം. കാരണം രക്തം അധികമായിട്ട് പോകുകയാണെങ്കിൽ അതിൻ്റെ ബാക്കിയായിട്ട് വിളർച്ച വരുമ്പോൾ അതിൻ്റേതായ ദോഷഫലങ്ങൾ ശരീരത്ത് വരും. അപ്പോൾ ഇടവിട്ട് ബ്ലീഡിങ് വരിക, ബ്ലഡ് പോകുമ്പോൾ അമിതമായിട്ട് പോകുക, ശക്തമായ വയറുവേദന ഉണ്ടെങ്കിൽ അടുത്തുള്ള ഗൈനക്കോളജിസ്റ്റിനെ സമീപിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും. ഇതിൻ്റെ കാരണങ്ങളിലേക്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം സാധാരണഗതിയിൽ ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിനുണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങൾ? ഗർഭപാത്ര സംബന്ധമായും അല്ലെങ്കിൽ ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ടോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ സൈഡിലുള്ള ഇൻഫെക്ഷൻ കാരണമോ നമുക്ക് അമിത രക്തസ്രാവം വരാം. ഇപ്പോൾ ഗർഭപാത്ര സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലോ, പോളിപ്പ് ദശ ഉണ്ടെങ്കിലോ, പിന്നെ ഓവറി സംബന്ധമായി എൻഡോമെട്രിയോസിസ് അല്ലെ പോളിസിസ്റ്റിക് ഓവറി അല്ലെ മറ്റെന്തെങ്കിലും സിസ്റ്റം ഉണ്ടെങ്കിൽ അമിത രക്തസ്രാവം വരാം. പിന്നെ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്നൊരു കണ്ടീഷനുണ്ട്. യൂട്രസിനും സൈഡിലുള്ള എറ്റ്നെക്സ ഓവറിയിലോ ട്യൂബിലോ വരുന്ന ഇൻഫെക്ഷൻ, അങ്ങനെയും രക്തസ്രാവം വരാം. ഇതൊന്നുമല്ലാതെ ഹോർമോണിൻ്റെ ബാലൻസ് ഇല്ലായ്മ കൊണ്ടുവരാം. കരൾ സംബന്ധമായോ കിഡ്നി സംബന്ധമായോ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അമിത രക്തസ്രാവം വരാം. ഇങ്ങനെ ഒരു അമിതമായിട്ടുള്ള രക്തസ്രാവം വരുന്ന ഒരു ലേഡി നമ്മുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കണം അവർക്ക് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പരിശോധനകൾ? അത് അതായത് ഒരു കല്യാണം കഴിഞ്ഞ കുട്ടി അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ യുവതി അല്ലെങ്കിൽ കല്യാണത്തിന് മുൻപ് എന്നുള്ളൊരു വേർതിരിവുണ്ടോ യഥാർത്ഥത്തിൽ ടെസ്റ്റുകളൊക്കെ നടത്തുന്നത്? അതെ, തീർച്ചയായും. കാരണം കല്യാണം കഴിക്കാത്ത കുട്ടിയാണ് നമ്മളുടെ അടുക്ക വരുന്നതെങ്കിൽ അവരുടെ ഉള്ളു പരിശോധന ഒന്നും നമ്മൾ നടത്താൻ പാടില്ല. അപ്പം ബ്ലീഡിങ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഹീമോഗ്ലോബിൻ ടെസ്റ്റ് ചെയ്യാം. വിളർച്ച ഉണ്ടെങ്കിൽ ബ്ലീഡിങ് ടൈം, ക്ലോട്ടിംഗ് ടൈം, പ്ലേറ്റ്ലെറ്റ് കൗണ്ട്, ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് എന്തെങ്കിലും കൊണ്ടാണോ അമിത രക്തസ്രാവം ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കാം. പിന്നെ അവർക്കൊരു പെൽവിക് അൾട്രാസൗണ്ട്, അപ്പം ഇമേജിങ് ചെയ്യുമ്പോൾ യൂട്രസ് സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഓവറി സംബന്ധമായോ പെൽവിസിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വിവാഹം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു പെർസ്പെക്കുലം എക്സാമിനേഷൻ, ഗർഭാശയ മുഖം കാണാനുള്ള പരിശോധന, ഒരു പാപ്സ്മിയർ ടെസ്റ്റ്, ഉള്ളു പരിശോധന ഒക്കെ ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ സ്കാനിങ്ങും ചെയ്യണം. നോർമൽ സ്കാനിങ്ങിൽ മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഈ കുട്ടിക്കാലത്ത് തന്നെ ഇപ്പോൾ കാണുന്ന ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് അല്ലെങ്കിൽ സിൻഡ്രോം എന്ന് പറയുന്ന പ്രശ്നം ഈ സ്ത്രീകളുണ്ടാകുന്ന അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ ഉള്ള അല്ലെങ്കിൽ ടീനേജിലൊക്കെ ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള രക്തസ്രാവത്തിന് ഒരു പ്രധാന റീസണാണ്. തീർച്ചയായും
പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞാൽ ഒരു ഹോർമോണിൻ്റെ ബാലൻസ് ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന കണ്ടീഷനാണ്. അപ്പോൾ ആദ്യത്തെ 14 ദിവസം ഒരു ആർത്തവ ചക്രത്തിൽ ഈസ്ട്രജൻ്റെ അളവും രണ്ടാമത്തെ 14 ദിവസം പ്രൊജസ്ട്രോണിൻ്റെ അളവും നോർമൽ അല്ലാതെ ആ ഹോർമോൺ തമ്മിലുള്ള അസന്തുലിതാവസ്ഥ വരുമ്പോഴാണ് പോളിസിസ്റ്റിക് ഓവറി വരുന്നത്. അപ്പോൾ ഈസ്ട്രജൻ മാത്രം കൂടി നിൽക്കും. അതിൻ്റെ ബാക്കിയായിട്ട് എൻഡോമെട്രിയം യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ തിക്നെസ് കൂടുകയും അത് കാരണം അമിത രക്തസ്രാവം ചില പോളിസിസ്റ്റിക് ഓവറി പേഷ്യൻസ് കാണിക്കാറുണ്ട്. ഈ പീരീഡ്സ് അല്ലാതെ വരുന്ന സമയത്തുണ്ടാകുന്ന രക്തസ്രാവം അല്ലെങ്കിൽ സ്പോട്ടിങ് ഇത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണക്കാക്കണം. ചില സ്ത്രീകളിൽ ഇപ്പം 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിൽ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, അതായത് മെൻസസ് അല്ലാത്ത സമയത്ത് വരുന്ന ബ്ലീഡിങ് ഒരു പക്ഷേ ക്യാൻസറിൻ്റെ സൂചനയാകാം. തീർച്ചയായും അത് വളരെ ഗൗരവത്തോടെ തന്നെ നമ്മൾ നോക്കണം. അല്ലാതെ ഇപ്പം ആ ഒരു ഏജ് അല്ല, 20 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകളാണെങ്കിലും പ്രീ മെൻസ്ട്രൽ സ്പോട്ടിങ് അല്ലെങ്കിൽ ഇൻ്റർമെൻസ്ട്രൽ ബ്ലീഡിങ്, അതായത് മെൻസസ് വരുന്നതിനിടയ്ക്കുള്ള ബ്ലീഡിങ് അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കുന്ന സമയത്തുള്ള ബ്ലീഡിങ് ചിലപ്പോൾ ദശയായിരിക്കാം അകത്ത്. അതെന്താണെന്ന് പരിശോധനയിൽ തന്നെ കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഈ പീരീഡ്സുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന വേദന പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ വരുന്ന കുട്ടികൾക്ക് പീരീഡ്സ് ആവുന്ന സമയത്ത് അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടാകുകയും ഒരു പക്ഷേ സ്കൂളിൽ പോകുന്നത് പോലും മുടങ്ങുന്നൊരവസ്ഥ, കോളേജുകളിൽ പോകുമ്പോൾ മുടങ്ങുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ചില കുട്ടികളാണെങ്കിൽ ഈ ഒരു വെയിലത്തോ വല്ലോ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ തലകറങ്ങി വീഴുന്നൊരവസ്ഥ ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ട് സ്കൂളുകളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണ് നമ്മളൊരു ചികിത്സ എന്നുള്ള ഒരു രീതി? അത് ഡിസ്മെനറി എന്നാണ് ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ടേം യൂസ് ചെയ്യുന്നത്. മെൻസസ് വരുമ്പോൾ ഉള്ള വേദനയ്ക്ക് 70% കേസിലും ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാതെ ആയിരിക്കും വേദന വരുന്നത്. 30% കാരണം കാണും. അപ്പം എല്ലാ മെൻസസിലും ഇങ്ങനെ വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സ്കാൻ ചെയ്ത് എന്തെങ്കിലും എൻഡോമെട്രിയോസിസ് പോലെ ഓവറിയിൽ വരുന്ന എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടോ എന്ന് നോക്കണം. ചിലരുടെ ബോഡിയിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവ് ഈ മെൻസസ് സമയത്ത് കൂടിയിട്ടായിരിക്കാം വേദന കൂടുന്നത്. അപ്പം ആൻറ്റി പ്രോസ്റ്റാഗ്ലാൻഡിൻ മരുന്നുകൾ, അതായത് നമ്മൾ പാരസെറ്റമോൾ അല്ലെങ്കിൽ മെഫനമിക് ആസിഡ് പോലത്തെ ഗുളിക കൊടുത്താൽ ഈ വേദന ഒരളവ് വരെ നമുക്ക് ശമിക്കാൻ സാധിക്കും. അതിനൊന്നും വലിയ ദോഷഫലങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരിക്കലും ഇത് ചില ആൾക്കാർക്കാണെങ്കിൽ ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ടാവും ഈ വയറുവേദനയുടെ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഇത്തരം പീരീഡ്സ് വരുന്ന സമയത്ത് വേദന സംഹാരികൾ കഴിക്കാമോ? അതാണ് ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ടാണ് വേദന വരുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പോൾ എൻഡോമെട്രിയോസിസ് ആണ്, അതിനുള്ള പരിഹാരം കൊടുക്കണം. അതല്ല പോളിസിസ്റ്റിക് ഓവറിയാണ്, അതിനുള്ള പരിഹാരം. ഒരു കാരണവും ഇല്ലാതെ വരുന്ന അതായത് നമുക്ക് പ്രത്യേകിച്ച് ഓവറിയിലോ യൂട്രസിലോ ചിലപ്പോൾ ഫൈബ്രോയിഡ് ആകാം. കല്യാണം കഴിക്കാത്ത കുട്ടികൾക്കും ഫൈബ്രോയിഡ് വരാം. അപ്പോൾ ഫൈബ്രോയിഡ് തന്നെ സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് അങ്ങനെയൊക്കെ തരത്തിലുള്ള ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡൊക്കെയാണ് ചിലപ്പോൾ അമിതമായ വേദന മെൻസസ് സമയത്ത് ഉണ്ടാക്കും. അപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ടാണോ ഈ വേദന കൊണ്ട് വരുന്നതെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ള പരിഹാരം കൊടുക്കാം. ഒരു പ്രശ്നവും യൂട്രസിലോ ഓവറിയിലോ ഇല്ല എന്നിട്ടും വേദന ഉണ്ടെങ്കിൽ സാധാരണ അനാൽജസിക് ടാബ്ലറ്റുകൾ മതിയാകും. അതിനൊന്നും സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. ചില ആൾക്കാരൊക്കെ ആകട്ടെ, നമ്മളിപ്പോൾ ഒരു അമിതമായിട്ടുള്ള രക്തസ്രാവം വന്ന് ഡോക്ടറെ പോയി കാണിച്ചു, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി, പെൽവിക് എക്സാമിനേഷനൊക്കെ ചെയ്ത് നോക്കി, ബ്ലഡ് ടെസ്റ്റുകൾ എടുത്ത് നോക്കി, പാപ്സ്മിയർ ചെയ്ത് നോക്കി, ഇതൊന്നും എല്ലാം നോക്കിയതിന് ശേഷം യാതൊരുവിധ കുഴപ്പവുമില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ടോ? അപ്പോൾ അത്തരം സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മളൊരു ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകുക? അത് നമ്മൾ ഡയഗ്നോസിസ് ഓഫ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്, ഞാനിപ്പം മേൽ പറഞ്ഞ ഒരു ലിസ്റ്റിലും പെടാത്ത ചില പേഷ്യൻസ് വരും. നമുക്കൊരു റീസൺ ആണ് ബ്ലീഡിങ്ങിന് ചിലപ്പം പറയാനായിട്ട് സാധിക്കില്ല. അതിനാണ് ഞങ്ങൾ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ ആയിരിക്കാം കാരണം. അപ്പോൾ നമ്മൾ എത്രത്തോളം അളവിലാണ് ബ്ലീഡിങ് വരുന്നതെന്ന് കണ്ടിട്ട് എത്ര ഗ്യാപ്പിലാണ് ബ്ലീഡിങ് വരുന്നതെന്ന് കണ്ടിട്ട് അത് ബാലൻസ് ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴാണ് ഇതിനൊക്കെ ഒരു ഇൻ്റർവെൻഷൻ വേണ്ടി വരിക? മെഡിക്കൽ മാനേജ്മെൻറ്റ് നോക്കി അതിൽ ബലം കാണുന്നില്ല എങ്കിൽ മാത്രമേ നമ്മൾ സർജിക്കൽ ഇൻ്റർവെൻഷനിലേക്ക് യൂഷ്വലി പോകാറുള്ളൂ. ഈ ചില ആൾക്കാർക്ക് നോക്കുമ്പോൾ ഉള്ളതാണ് ഈ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു അൾട്രാസൗണ്ടിൽ കാണുന്ന ഫൈബ്രോയിഡ്സ്. അപ്പോൾ ഒരു ഫൈബ്രോയിഡ്സ് ഉണ്ടെങ്കിൽ അത് ഇത്തരം രക്തസ്രാവം ഉണ്ടാക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? ഭൂരിഭാഗം ഫൈബ്രോയിഡ്സും കുഴപ്പം ചെയ്യാറുണ്ടോ? ഫൈബ്രോയിഡ്സ് യൂട്രസിൻ്റെ മസിലിനകത്താണോ മസിലിൻ്റെ പുറത്താണോ, അതായത് 4 തരം ഫൈബ്രോയിഡ്സ് മെയിൻലി ഉണ്ട്. സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ്, ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണെങ്കിൽ അമിത രക്തസ്രാവവും അമിതമായ വയറുവേദനയും ഉണ്ടാക്കും. സബ് സീറോസൽ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണെങ്കിൽ അത് വലിയ പ്രഷർ ഇഫക്റ്റ്, വലുതാണെങ്കിൽ പ്രഷർ ഇഫക്റ്റ് ഉണ്ടാക്കും. ചെറിയ സബ് സീറോസൽ ഫൈബ്രോയിഡ് ആണെങ്കിൽ വലിയ പ്രോബ്ലംസ് പേഷ്യൻ്റ് ഉണ്ടാക്കത്തില്ല. അപ്പം നമ്മൾ അൾട്രാസൗണ്ട് വഴി ഒരു 3 സെൻറ്റിമീറ്ററിന് താഴെ കാണുന്ന സിംറ്റംസ് ഇല്ലാത്ത, ലക്ഷണങ്ങളില്ലാത്ത ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് പേഷ്യന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല. എപ്പോഴാണ് ഇതിൻ്റെ ഫൈബ്രോയിഡ്സിന് നമുക്കൊരു ഇൻ്റർവെൻഷൻ വേണ്ടി വരുന്നത്? അത് നമുക്കൊരു മെഡിക്കൽ മാനേജ്മെൻറ്റിൽ ഈ ഫൈബ്രോയിഡ്സിനെ ചികിത്സിക്കാനായിട്ട് സാധിക്കും? മെഡിക്കൽ മാനേജ്മെൻറ്റ് വേണ്ടി വരുന്ന കണ്ടീഷൻ പേഷ്യൻ്റെ സിംറ്റം അനുസരിച്ച്. ഇപ്പോൾ ചെറിയൊരു ഫൈബ്രോയിഡ് അമിതമായ ബ്ലീഡിങ് ഉണ്ടാക്കുന്നെങ്കിൽ അതിനനുസരിച്ചുള്ള ചികിത്സ നമ്മൾ പേഷ്യന് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ വലിയ ഫൈബ്രോയിഡാണ്, പ്രഷർ ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. യൂട്രസ് ഒരു പെൽവിസിനകത്തിരിക്കുന്ന ഓർഗനാണ്. അപ്പോൾ ഇത് വളർന്ന് പെൽവിസിന് വെളിയിലോട്ട് പോയി മൂത്രനാളി
മൂത്രനാളിയോ മൂത്രാശയത്തെയോ ഒക്കെ പ്രസ് ചെയ്യുന്നുണ്ടെങ്കിൽ, യുറീറ്ററിനെ കംപ്രസ് ചെയ്യുന്നു, അതുവഴി കിഡ്നിക്ക് ഹൈഡ്രോനെഫ്രോസിസ് ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഇൻ്റർവെൻഷൻ കൊടുത്തേ പറ്റൂ. അത് വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ ആർത്തവ ചക്രം തുടങ്ങിയിട്ടുണ്ടാകുന്ന കുട്ടികളിൽ കാണുന്ന ഈ അമിതമായിട്ടുള്ള രക്തസ്രാവത്തിന് എന്തൊക്കെയായിരിക്കും സാധാരണഗതിയിൽ റീസൺസ്? ഇവർക്കാണ് പെട്ടെന്ന് HB താഴേക്ക് പോകുന്നത്. ഇവർക്ക് ആൾറെഡി അവർക്കൊരു 8, 9, 10 ഉണ്ടാവുള്ളൂ അവരുടെ HB. അതിൻ്റെ കൂട്ടത്തിൽ ഒരു ബ്ലീഡിങ് കൂടി ആകുമ്പോൾ ഒരു 5, 6, 7 ഒക്കെ ഇത് ഷിഫ്റ്റ് ചെയ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടിക്കാലത്ത് അതായത് ആർത്തവ ചക്രം തുടങ്ങുന്ന സമയത്തുണ്ടാകുന്ന ഈ രക്തസ്രാവം എന്തൊക്കെയായിരിക്കണം ഒരു പ്രായത്തിലുണ്ടാകുന്ന കാരണങ്ങൾ? നമ്മൾ മെൻസസ് ആകുന്നത് ഇപ്പോൾ ഒരു 10.5 വയസ്സിലാണ്, അല്ലെ 10 വയസ്സിലാണ്. ആദ്യത്തെ 1.5-2 കൊല്ലം മെൻസസ് കുറച്ച് ഇറഗുലർ ആയിരിക്കും. നമ്മുടെ മാസ്റ്റർ ഗ്രന്ഥി ബ്രെയിനകത്തുനിന്ന് ഹൈപ്പോതലാമസ് അല്ലെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഹോർമോൺസ് താഴെ വന്ന് യൂട്രസിലും ഓവറിയിലും ആക്ട് ചെയ്താണ് ഹോർമോൺസിൻ്റെ ഇൻഫ്ലുവൻസ് ബോഡിയിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ മെച്ചുറേഷന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആദ്യത്തെ 1.5-2 കൊല്ലം ഇടവിട്ടുള്ള ബ്ലീഡിങ്, കൃത്യമല്ലാത്ത ബ്ലീഡിംഗ് ആണെങ്കിൽ നമ്മൾ അധികം മരുന്നുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ആ കൃത്യമല്ലാത്ത ബ്ലീഡിംഗ് അമിത അളവിൽ പോകുന്നുണ്ട്, അത് കാരണം കുഞ്ഞുങ്ങൾക്ക് വിളർച്ച വരുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ മെഡിസിൻസ് വെച്ച് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ ബ്ലീഡിംഗ് ആയിട്ട് വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉണ്ടോ, ITP എന്നൊക്കെ പറഞ്ഞുള്ള കണ്ടീഷൻസ് ഉണ്ട്, പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കുറയുന്ന കണ്ടീഷൻസ്, അല്ലെങ്കിൽ വോൺ വില്ലി ബ്രാൻഡ്സ് ഡിസീസ് എന്ന് പറഞ്ഞ് പ്ലേറ്റ്ലെറ്റിൻ്റെ ക്ലോട്ടിങ് ശരിക്കും നടക്കാത്ത ചില കണ്ടീഷൻസ് ഉണ്ട്, ചില ബ്ലഡ് ഫാക്ടേഴ്സിൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻഹറൻ്റായിട്ട് കുട്ടിക്ക് കിഡ്നിക്കോ ലിവറിനോ വല്ല പ്രോബ്ലം കാണും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശരിക്കും ഇവാലുവേറ്റ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പേഷ്യൻസിന് കൊടുക്കണം. ഈ പലപ്പോഴും ഈ അമിതമായിട്ടുള്ള രക്തസ്രാവവുമായി ബന്ധപ്പെട്ട് ഒരു ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നങ്ങൾ സാധാരണഗതിയിൽ പറയാറുണ്ട്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ രക്തസ്രാവം ഒരു സിംറ്റമായിട്ട് വരുന്ന ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ? തീർച്ചയായും ഫൈബ്രോയിഡ്സ്, കണ്ടുപിടിക്കപ്പെടാത്ത ഫൈബ്രോയിഡ്സ് പേഷ്യൻ്റുണ്ട്. നമ്മുടെയൊക്കെ വന്ധ്യതയ്ക്കായിട്ട് ചികിത്സയ്ക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ വലിയ ഫൈബ്രോയിഡ് ഉണ്ടെന്ന് കാണുന്നത്, അല്ലെങ്കിൽ ഓവറിയിൽ വലിയ സിസ്റ്റ് ഉണ്ടെന്ന് കാണുന്നത്. അപ്പോൾ യൂഷ്വലി ഓവറിയിലുള്ള പ്രോബ്ലംസ് അല്ലെ യൂട്രസിലുള്ള പ്രോബ്ലംസ് കാരണം അമിത രക്തസ്രാവവുമായി വരുന്നവർക്ക് വന്ധ്യത അതിനൊപ്പം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരു ചികിത്സയിലേക്ക്? വലിയ ഫൈബ്രോയിഡ് ആണ്, അത് കാരണമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ കീഹോളായിട്ട് ആ ഫൈബ്രോയിഡിനെ മാറ്റും, അല്ലെങ്കിൽ കീഹോൾ സർജറി ചെയ്ത ഒവേറിയൻ സിസ്റ്റിനെ മാറ്റിയിട്ട് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസിയിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകും. ഈ പോളിസിസ്റ്റിക് ഒവേറി ഉള്ള പ്രശ്നങ്ങൾ അവർക്കറിയാം, അത് ചികിത്സിച്ച് ഭേദമാക്കാനും ടൈം കൺസ്യൂമിങ് ആണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ എങ്ങനെയാണ് അവരുടെ ഒരു രക്തസ്രാവം കൺട്രോൾ ചെയ്യുകയും അവരുടെ ഫ്യൂച്ചർ ചികിത്സകൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്? പ്രത്യേകിച്ച് ഒരു 18 വയസ്സോ അല്ലെങ്കിൽ 16, 18, 19 വയസ്സോ ഉള്ള കുട്ടികൾക്കൊക്കെ ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടാറുമുണ്ട്. അപ്പോൾ അവർക്കൊരു പ്രഗ്നൻസിക്ക് ഒരു ലോങ് ടൈം അവർക്ക് പോകേണ്ടിയും വരാറുണ്ട്. നമ്മൾ പോളിസിസ്റ്റിക് ഓവറിക്ക് എപ്പോഴും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റും എക്സർസൈസാണ് പ്രധാനമായിട്ടും പറയണത്. ഇപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ളവരാണ് പോളിസിസ്റ്റിക് ഓവറി ആയിട്ട് വരുന്നതെങ്കിൽ എല്ലാ മാസവും കൃത്യമായിട്ട് മെൻസസ് വരാനുള്ള രീതിയിൽ അവരെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഒപ്പം ഡയറ്റും എക്സർസൈസും നമ്മൾ ഊന്നി പറയണം. കല്യാണം കഴിച്ചിട്ടുള്ളവരാണ് പോളിസിസ്റ്റിക് ഓവറി ആയിട്ട് വരുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് പ്രഗ്നൻസി ആകാനുള്ള ഉപദേശങ്ങളും അതിനുള്ള ഡയറ്റും എക്സർസൈസും ഓവുലേഷൻ, എഗ് പ്രൊഡക്ഷൻ ഉണ്ടാകാനുള്ള മെഡിസിൻസും കൊടുത്ത് പ്രഗ്നൻസിയിലേക്ക് അവരെ കൊണ്ടുപോകുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത്തരം സാഹചര്യത്തിൽ എന്തൊക്കെ ഇന്റർവെൻഷൻ ആണ് നമുക്ക് വേണ്ടി വരുന്നത് ഈ PCOD ഉള്ള പ്രശ്നം? പോളിസിസ്റ്റിക് ഓവറിയിൽ ആദ്യം ഡയറ്റ്, എക്സർസൈസ്, പിന്നെ മെഡിക്കൽ മാനേജ്മെന്റ് ഒരു 3 മുതൽ 6 മാസം വരെ കൊടുത്തിട്ടും പ്രഗ്നൻസി കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ലാപ്രോസ്കോപ്പിക് ഒവേറിയൻ ഡ്രില്ലിംഗ് എന്നുള്ള പ്രൊസീജിയറിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകും. മാം, നമുക്ക് ഈ സ്ത്രീകൾ ഉണ്ടാകുന്ന അമിത രക്തസ്രാവത്തോടനുബന്ധിച്ച് എപ്പോഴാണ് നമ്മളൊരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി നമ്മൾ ചെയ്യേണ്ടി വരും? നമുക്കറിയാം ഇപ്പോൾ ഇമേജിംഗ് ടെക്നോളജി വളരെയധികം വലുതാണ്. നമുക്ക് MRI സ്കാനുണ്ട്, അൾട്രാസൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഈവൻ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും നമുക്ക് അത്തരം സ്കാനുകളിലൂടെ ലഭ്യമാകും എന്നുള്ളതാണ് അറിവ്. അപ്പോൾ എപ്പോഴാണ് ഒരു ഡയറക്റ്റ് ഒരു എൻഡോസ്കോപ്പി അല്ലെങ്കിൽ ഒരു ലാപ്രോസ്കോപ്പിക്ക്, ഒരു ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പി നമുക്ക് ചെയ്യേണ്ടി വരുന്നത്? നമ്മൾ ഈ ഡയഗ്നോസ്റ്റിക് ലാപ്രോസ്കോപ്പിക്ക് അത്രയും റോൾ ഇല്ലാത്ത കണ്ടീഷനാണ് ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്. അവിടെ ശരിക്കും യൂട്രസിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, ഇപ്പം ഫൈബ്രോയിഡ് ഉണ്ടെങ്കിലോ ഒവേറിയൽ സിസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് വഴി മനസ്സിലാക്കും. അപ്പോൾ അത് മനസ്സിലാക്കാൻ നമ്മൾ ലാപ്രോസ്കോപ്പി ചെയ്യേണ്ട കാര്യമില്ല. യൂട്രസിനകത്ത് ദശയോ പോളിപ്പോ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ തിക്നെസ് കൂടുതലാണോ അങ്ങനെയൊക്കെ നോക്കാനായിട്ട് ഹിസ്ട്രോസ്കോപ്പി, യൂട്രസിനകത്ത് ടെലസ്കോപ്പ് കടത്തി നോക്കുന്ന പ്രൊസീജിയറിനെയാണ് ഹിസ്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഹിസ്ട്രോസ്കോപ്പിക്ക് ഒരു പരിധിവരെ റോളുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് കണ്ടീഷൻ അതിനനുസരിച്ചുള്ള ചികിത്സയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. മയോമെക്ടമി ആണെങ്കിൽ അതൊരു ലാപ്രോസ്കോപ്പിക് ലാപ്രോസ്കോപ്പി ആണ്. മയോമെക്ടമി ഗർഭപാത്രത്തിലെ മുഴയാണെങ്കിൽ അത് ലാപ്രോസ്കോപ്പിക് മയോമെക്ടമി ആയിട്ടോ, അതിനും വലിയ സൈസ് ആണെങ്കിൽ ചിലപ്പോൾ ഓപ്പൺ ആയിട്ടോ മയോമെക്ടമി ചെയ്യേണ്ടി വരും.
തീർച്ചയായിട്ടും. അപ്പോൾ എന്തൊക്കെ അഡ്വാൻസ് ട്രീറ്റ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇത്തരം സ്ത്രീകളുണ്ടാകുന്ന അമിത രക്തസ്രാവത്തിന് വേണ്ടിയിട്ട് നമുക്കുള്ളത്? ഇപ്പോൾ ആദ്യം നമ്മൾ എല്ലാവരെയും മരുന്നിലായിരിക്കും ട്രീറ്റ് ചെയ്യാൻ നോക്കുന്നത്. മരുന്നിൽ റിസോൾവ് ചെയ്യാത്ത കണ്ടീഷൻസ് ഉള്ള പേഷ്യൻറ്റിനെ തീർച്ചയായിട്ടും അവർക്ക് സർജറി നമ്മൾ പറയേണ്ടി വരും. ഇപ്പോൾ സർജറി നിർദ്ദേശിക്കുമ്പോൾ ചില പേഷ്യൻസ് യൂട്രസ് എടുക്കാൻ വില്ലിംഗ് ആയിട്ടുള്ളവർക്ക് യൂട്രസ് എടുക്കേണ്ട കണ്ടീഷനാണ്, അതിലേക്ക് തന്നെ ഹിസ്റ്ററക്ടമിയിലേക്ക് തന്നെ പോകണം. ഹിസ്റ്ററക്ടമിക്ക് അല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ വേറെ യൂട്രസ് പ്രിസർവ് ചെയ്തുകൊണ്ട് ഗർഭപാത്രം സംരക്ഷിച്ചുകൊണ്ട് ഈ ബ്ലീഡിങ് കുറയ്ക്കാനുള്ള ചില പുതിയ തരം ടെക്നിക്കുകളുണ്ട്. എൻഡോമെട്രിയൽ അബ്ലേഷൻ എന്ന് പറയും, യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ ഇത് കരിച്ചു കളയുന്ന എൻഡോമെട്രിയൽ അബ്ലേഷൻ. പിന്നെയുള്ളത് നമുക്ക് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ. അതിപ്പോൾ ഒരു വലിയ മുഴയാണ്, ആ മുഴയിലേക്ക് സപ്ലൈ ചെയ്യുന്ന രക്തക്കുഴലിനെ എംബോളൈസ് ചെയ്ത് അതിനകത്തൂടെ ബ്ലഡ് ഒഴുകാത്ത രീതിയിൽ ജെൽ ഫോം പോലത്തെ പാർട്ടിക്കിൾസ് വെച്ച് അടച്ചു വെക്കുന്നതിനാണ് യൂട്രൈൻ ആർട്ടറി എംബോളൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ചില സെൻറ്റേഴ്സിൽ മാഗ്നറ്റിക് റെസൊണൻസ് വഴി ഹൈഫു എന്നൊരു ടെക്നിക്കുണ്ട്, ഹൈ ഇൻറ്റൻസിറ്റി ഫോക്കസ്ഡ് അൾട്രാസൗണ്ട് കൊടുത്ത് ആ മുഴേനെ കുറയ്ക്കണം, അതിൻ്റെ വലിപ്പം കുറയ്ക്കുന്ന പ്രൊസീജിയേഴ്സ്. ഇതൊക്കെ എല്ലാ സെൻറ്റേഴ്സിലും അവൈലബിൾ അല്ല, ചില സെൻറ്റേഴ്സിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. ഈ സ്ത്രീകൾ ഉണ്ടാകുന്ന രക്തസ്രാവത്തോടനുബന്ധിച്ച് നമ്മുടെ ഈ ലാപ്രോസ്കോപ്പിയുടെ പുതിയ എന്തെങ്കിലും ടെക്നിക്സുകൾ നമുക്ക് റോബോട്ടിക് സർജറി പോലെയുള്ള കാര്യങ്ങൾ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? റോബോട്ടിക് സർജറി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ ബീങ്സിനെ, മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതായത് ഒരു സർജൻ 4 മണിക്കൂറോ 5 മണിക്കൂറോ കഷ്ടപ്പെടുന്നതിന് പകരം ഒരു കൺസോളിനകത്തിരുന്ന് നമ്മുടെ ഹാൻഡ്സ് വെച്ച് കൺട്രോൾ ചെയ്ത് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്സ് പേഷ്യൻ്റെ വയറിലേക്ക് കയറി സർജറി ചെയ്യുന്നതാണ് റോബോട്ടിക് സർജറി. അത് കുറച്ചും കൂടെ ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആകും. നമ്മൾ സർജന് കുറച്ചുകൂടെ ഈസ് കൊടുക്കാനായിട്ടാണ് റോബോട്ടിക് സർജറി വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ചെലവ് കൂടിയ ശസ്ത്രക്രിയയാണ് റോബോട്ടിക് കീഹോൾ സർജറി. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം ഒരിക്കലും ഈ സ്ത്രീകളുണ്ടാകുന്ന രക്തസ്രാവം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഒരു 3-4 മാസം ഇത്തരം രക്തസ്രാവം വന്ന് നിന്നിട്ട് അങ്ങ് പോകും, അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു വരില്ല. അപ്പോൾ ഈ എല്ലാത്തരം ഇത്തരത്തിലുണ്ടാകുന്ന അമിത രക്തസ്രാവവും ഒരു ഡോക്ടറെ അടുത്ത് കണ്ടെത്തി അതൊരു സ്കാൻ ചെയ്ത് നോക്കി അല്ലെങ്കിൽ ബ്ലഡ് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കി അതിനൊരു കുഴപ്പവുമില്ല എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ടോ? ചില ആൾക്കാർക്കറിയാം ഒരു 1-2 പ്രാവശ്യം ഒരു അബ്നോർമൽ ബ്ലീഡിങ് ഉണ്ടാവും, ഒരു അടുത്ത മാസം നോക്കുമ്പോൾ അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലും ഒരു ഡോക്ടറുടെ സേവനം ആവശ്യമായി. ഐഡന്റിഫൈ ദ കോസ്, കാരണം എന്താണോ അത് ഐഡന്റിഫൈ ചെയ്ത് കാരണം ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ക്യാൻസർ തന്നെ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏർലി സ്റ്റേജിൽ അത് ക്യൂർ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഒന്നും പരിശോധനയ്ക്ക് പോകുന്നില്ല, അത് അവിടെ ഇരുന്ന് വലുതായി കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പോലും ഇല്ലാത്ത കണ്ടീഷനിലേക്ക് അത് നീങ്ങും. അതുകൊണ്ട് ഓൾവേസ് ഡിറ്റക്റ്റ് അറ്റ് ദ ബിഗിനിങ്, നമ്മൾ തുടക്കത്തിലെ എന്തുണ്ടെങ്കിലും പരിശോധിച്ച് അതിനുള്ള സൊല്യൂഷൻ നമ്മൾ എടുത്തിരിക്കണം. തീർച്ചയായിട്ടും. ഈ ആർത്തവ വിരാമമായിട്ടുള്ള സ്ത്രീകളിൽ അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ടൊക്കെ ചിലപ്പോൾ ഒരു ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടാകാറായിട്ടുള്ളത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകണം. പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ 12 മാസം മെൻസസ് വരാതിരുന്നിട്ടാണ് പിന്നെ ആർത്തവം വരുന്നതെങ്കിൽ അതെന്തുകൊണ്ടാണ് ബ്ലീഡ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണം. അൾട്രാസൗണ്ട് ചെയ്ത് യൂട്രസിൻ്റെ ലൈനിങ്ങിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുക, തിക്നെസ് കൂടുതലാണെങ്കിൽ അതിന് ഹിസ്റ്റോസ്കോപ്പിക് ഗൈഡഡ് ആയിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഒരു DNCO ചെയ്ത് അത് ഹിസ്റ്റോപത്തോളജി പരിശോധനയ്ക്ക് വിടുക. അതിൽ ഹൈപ്പർപ്ലേസി അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെയാണ് കാണുന്നതെങ്കിൽ ചിലപ്പോൾ ഹിസ്റ്ററക്ടമി തന്നെയും വേണ്ടി വരും. ക്യാൻസർ ഡിറ്റക്ഷന് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് പേഷ്യൻ്റ് വരുവാണെങ്കിൽ നമ്മളത് ഇവാലുവേറ്റ് ചെയ്ത് അതില്ല എന്ന് റൂൾ ഔട്ട് ചെയ്യണം. എപ്പോഴാണ് ഈ ഒരു ബ്ലീഡിങ് ഒരു ഡേഞ്ചറസ് എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മെഡിക്കൽ എമർജൻസിയിലേക്ക് പോകുന്നത്? അമിത രക്തസ്രാവവുമായിട്ട് നമ്മുടെ വരുമ്പോൾ ഹീമോഗ്ലോബിൻ തീരെയും കുറവാണ്, ചിലപ്പോൾ 2-3 ഹീമോഗ്ലോബിനൊക്കെ ആയിട്ട് പേഷ്യൻ്റ് വരും. അതൊരു ഡേഞ്ചറസ് കണ്ടീഷൻ തന്നെയാണ്. നമ്മൾ ഒരുപാട് സ്ത്രീകളുണ്ടാവും നമ്മുടെ പ്രേക്ഷകർ ഈ പ്രോഗ്രാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരോട് എന്താണ് ഡോക്ടർക്ക് കൊടുക്കേണ്ട നിർദ്ദേശം? പ്രത്യേകിച്ച് ഈ സ്ത്രീകളുണ്ടാകുന്ന രക്തസ്രാവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും ഇപ്പോൾ പലപ്പോഴും നമുക്ക് വല്ല മാഗസീൻസിലൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ ആയിരിക്കും നമ്മുടെ പ്രേക്ഷകർക്ക് ഉണ്ടാകുക. വളരെ പ്രധാനമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ പോളിസിസ്റ്റിക് ഓവറി നേരത്തെ പറഞ്ഞു, ചില പെൺകുട്ടികൾ 5 മാസം 6 മാസം ഒക്കെ ബ്ലീഡ് ചെയ്യാതിരിക്കും. ഇപ്പോൾ ചില സമൂഹത്തിലെ ധാരണയെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബ്ലീഡ് ചെയ്യാതിരുന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ്, വരുന്നില്ലല്ലോ, ഒരു ശല്യം ഇല്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെ പാടില്ല. എല്ലാ സ്ത്രീകളും 35 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ബ്ലീഡ് ചെയ്തിരിക്കണം. ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യൂട്രസിൻ്റെ തൊലിയുടെ കട്ട് ചിലപ്പോൾ ക്രമാതീതമായി കൂടിയിട്ട് ഫ്യൂച്ചറിൽ അവർക്ക് എൻഡോമെട്രിയൽ കാർസിനോമ പോലുള്ള കണ്ടീഷൻസ് ചിലപ്പോൾ വരാം. അതുകൊണ്ടാണ് പോളിസിസ്റ്റിക് ഓവറി തുടക്കത്തിലെ ട്രീറ്റ് ചെയ്ത് അത് കൺട്രോൾ ചെയ്ത് പോയാൽ CA എൻഡോമെട്രിയം, കാർസിനോമ എൻഡോമെട്രിയം വരാനുള്ള ചാൻസ് നമ്മൾ കുറയ്ക്കുകയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഒരിക്കൽ ഇത്തരം ചികിത്സകളിലേക്ക് പോകുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ കുട്ടിക്കാലത്തെ തുടങ്ങുന്ന ഈ PCOD പോലെയുള്ള പ്രശ്നങ്ങൾ
ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്കറിയാം. ഒരു സ്കൂളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുട്ടികളെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇറഗുലർ ആയിട്ട് പീരീഡ്സ് വരുന്ന ആൾക്കാർ, അതായത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ PCOD ഉണ്ട്, ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട്, ഡോക്ടേഴ്സ് വ്യായാമവും മരുന്നുകളും ഒക്കെ കഴിക്കാൻ പറയും. അപ്പോൾ ഇത്തരം കുട്ടികളോട് എന്താണ് ഡോക്ടർ കൊടുക്കേണ്ടത്? ചിലർക്ക് ടാബ്ലറ്റ്സ് പേടിയായിരിക്കും. ടാബ്ലറ്റ്സിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ ലോ ഡോസ് ഹോർമോണൽ പില്ല്, ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കോമ്പിനേഷൻ്റെ പില്ല് ലോ ഡോസിൽ നമ്മൾ കൊടുക്കുമ്പോൾ അതിന് സൈഡ് ഇഫക്റ്റ് ഒന്നുമില്ല. അത് സൈഡ് ഇഫക്റ്റ് ഇല്ല, നിങ്ങൾക്ക് മാസം തോറും ബ്ലീഡിങ് വരാനാണ്, ഇത് കാരണം ദോഷഫലങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനോടൊപ്പം അമിതവണ്ണം വരാതിരിക്കാനായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റും എക്സർസൈസും, പ്രോപ്പർ ഫുഡ്സ്, ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക, വറുത്തതും പൊരിച്ചതുമായ ഫുഡുകൾ ഒഴിവാക്കുക, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നീങ്ങുക. തീർച്ചയായിട്ടും ഡോക്ടറുടെ തിരക്കേറിയ സമയം പീപ്പിൾ ടിവിയോട് സഹകരിക്കുകയും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് സ്ത്രീകളിലുണ്ടാകുന്ന അമിത രക്തസ്രാവത്തെക്കുറിച്ച് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ പറഞ്ഞു തന്നതിൽ ഇനി ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശവും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. അറിയിക്കേണ്ട വിലാസം: ഹലോ ഡോക്ടർ, പീപ്പിൾ, മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, കൈലി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം 34. നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം hello@peopletv.in എന്ന വിലാസത്തിലും. പുതിയൊരു വിഷയമായി നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.